ദിവ്യമന്നയിലേക്ക് സ്വാഗതം. ദശാംശ സമർപ്പണ ഞായർ. ചിന്താവിഷയം: ദൈവിക ദാനങ്ങളെ സന്തോഷത്തോടെ പങ്കിടുക. എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. സന്തോഷത്തോടെ നാം ആലപിക്കുന്ന ഈ ഗാനം ജീവിതത്തിലെ സകലവും ദൈവത്തിന്റെ മഹത്തായ ദാനമാണെന്ന സത്യത്തിന്റെ പ്രഘോഷണമാണ്. പലപ്പോഴും നേട്ടങ്ങളുടെ പടികൾ കയറുന്ന മനുഷ്യൻ ദാനങ്ങളെ വിസ്മരിക്കുന്നു. ഈ അപാകതയെ തിരുവചനം അപലപിക്കുകയും അതിനെ തിരുത്താൻ മനുഷ്യനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നാം ദൈവദാനങ്ങളുടെ ഉടമസ്ഥരല്ല, കാര്യവിചാരകർ മാത്രമാണ്. അതിനാൽ ദാതാവിനോടുള്ള കടപ്പാട് വിസ്മരിക്കാതെ ദാനങ്ങളുടെ സമർപ്പണവും പങ്കിടലും ദൈവം മനുഷ്യരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ദൈവം നൽകിയ ദാനങ്ങളെ പങ്കിടുന്നത് ഔദാര്യമല്ല, ബാധ്യത മാത്രമാണ്. ഇപ്രകാരമുള്ള ചിന്തകൾക്കാണ് തിരുവചനം പ്രാധാന്യം നൽകുന്നത്. ദൈവരാജ്യ നിർമ്മിതിയിൽ വിശ്വാസികളുടെ ആത്മീയവും സാമ്പത്തികവും ബൗദ്ധികവുമായ പങ്കാളിത്തം അനിവാര്യമാണ്. അതിനാൽ മനഃപൂർവമായ ദാനമാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. സഭയുടെ ആവശ്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സമീപനം തിരുവചനം സ്വീകരിച്ചിട്ടില്ല. പ്രലോഭനമോ വാഗ്ദാനങ്ങളോ ക്രിസ്തീയ ദാനങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രസക്തമല്ല. നൽകേണ്ടത് എപ്രകാരമാണെന്ന് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യ സഭയെ ഓർമ്മിപ്പിക്കുന്നത് ശ്രദ്ധേയമാണ്. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. 2 കൊരിന്ത്യർ 9:7. ഹൃദയപൂർവ്വം നൽകുന്നവ നിത്യശോഭയോടെ നിലകൊള്ളും. ഈ സത്യങ്ങളുടെ വിശദീകരണമാണ് ദൈവിക ദാനങ്ങളെ സന്തോഷത്തോടെ പങ്കിടുക എന്ന വിഷയം അർത്ഥമാക്കുന്നത്. വേദഭാഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതാണ്. ക്രിസ്തീയ ദാനത്തിൽ പ്രധാനമായും 2 കാര്യങ്ങൾ നമ്മിൽ ഉണ്ടാകണം. ഒന്ന്, ദാനം ചെയ്യാൻ ദൈവം നൽകിയ കൃപകൾക്കായി ദൈവത്തോടുള്ള നന്ദി, അവസരം നൽകിയവരോടുള്ള നന്ദി. രണ്ടാമതായി, ഈ 2 മനോഭാവങ്ങളും പ്രധാനമാണ്. ക്രിസ്തീയ ദാന അർപ്പണത്തിന്റെ അടിസ്ഥാന പ്രമാണമായി ഇതിനെ കാണാം. ഒന്നാം പാഠഭാഗം 1 ദിനവൃത്താന്തം 29:10-18 വരെ. ഇസ്രായേലിൽ നിർമ്മിക്കുന്ന ദേവാലയവുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് വേദഭാഗം. ശലോമോനെ ഈ വലിയ നിയോഗം ദൈവം ഏൽപ്പിക്കുന്നു. ദേവാലയം നിർമ്മിക്കാൻ ദാവീദിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും സാധ്യമാകാതെ വന്നു. ഇതിൽ ഇച്ഛാഭംഗം തോന്നാതെ തന്റെ അനന്തരാവകാശിയും മകനുമായ ശലോമോനെ ദൈവം ഇതിനായി തെരഞ്ഞെടുത്തു. ദാവീദ് പറയുന്നത്, ദൈവം തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ മകൻ ശലോമോൻ ചെറുപ്പവും ഇളം പ്രായവും ഉള്ളവൻ, പ്രവൃത്തി വലിയതുമാകുന്നു. മന്ദിരം മനുഷ്യനല്ല, യഹോവയായ ദൈവത്തിനത്രേ. 1 ദിനവൃത്താന്തം 29:1. ദാവീദ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രാർത്ഥന ആകർഷകവും ചിന്തോദീപകവുമാണ്. ഹൃദയസ്പർശിയായ വാക്കുകളിലൂടെ ദൈവകൃപയെയും മനുഷ്യനാൽ ഉണ്ടാകേണ്ട പ്രതികരണത്തെയും ദാവീദ് വിവരിക്കുന്നു. അതോടൊപ്പം ദൈവജനം നൽകുന്ന ദാനങ്ങളുടെ മഹത്വവും അതിന്റെ ആവശ്യകതയും ദൈവത്തോടുള്ള കടപ്പാടും വർണ്ണഭംഗിയോടെ വിവരിക്കുന്നു. ധന ബഹുമാനങ്ങളുടെ ഉറവിടം ദൈവമാണെന്ന അത്യുദാത്തമായ സന്ദേശമാണ് ഈ പ്രാർത്ഥനയുടെ ഉള്ളടക്കം. ദൈവത്തിന് എന്തെങ്കിലും കൊടുപ്പാൻ നാം ഒരു വിധത്തിലും യോഗ്യരല്ല. ദൈവത്തിൽ നിന്ന് ലഭിച്ചത് മാത്രമാണ് നാം നൽകുന്നത്. പങ്കിടലിൽ അന്തർലീനമായിരിക്കുന്ന പൊരുൾ ഇതാണ്. ആത്മാർത്ഥതയോടെ ജനം നൽകിയ ദാനത്തിൽ ദാവീദ് സന്തോഷിക്കുകയും അതിനായി അവരെ ഒരുക്കിയ ദൈവകൃപയെ നന്ദിയോടെ സ്മരിക്കുകയും ചെയ്യുന്നു. ദാവീദിന്റെ പ്രാർത്ഥനയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആർ? എന്റെ ജനവും എന്തുള്ളൂ? സകലവും നിങ്ങളിൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേയുള്ളൂ. 1 ദിനവൃത്താന്തം 29:14. വിശിഷ്ടമായ നന്മകളും അതിന്റെ ഫലങ്ങളും നമ്മിൽ സ്ഥിരമായി നിൽക്കുമ്പോഴാണ് ആധ്യാത്മികത അർത്ഥവത്താകുന്നത്. 2ാം പാഠഭാഗം 1 തിമോഥെയോസ് 6:17-22 വരെ. നമുക്ക് ലഭിക്കപ്പെട്ട സമ്പത്തുകളോടുള്ള സമീപനം എപ്രകാരമായിരിക്കണമെന്നതിന് അപ്പോസ്തലൻ നൽകുന്ന ശ്രദ്ധേയമായ ഉപദേശമാണ് വേദഭാഗം. സമ്പത്തുകളുടെ പേരിൽ പ്രശംസയോ അഹങ്കാരമോ ഒരിക്കലും ഉണ്ടാകരുത്. സമ്പത്ത് നശ്വരമായതിനാൽ അതിൽ പ്രത്യാശ വെച്ച് വർത്തമാനകാലത്തെ നിഷ്ക്രിയമാക്കരുത്.
സമ്പത്തുകൾ ജീവിത സന്ധാരണത്തിലുള്ള ഉപാധി എന്ന് മനസ്സിലാക്കി അതിനെ സൂക്ഷ്മമായി ഉപയോഗിക്കണം. ദൈവം ദാനമായി നൽകിയ ഭൗതിക നന്മകളെ പങ്കിടുവാൻ നമുക്ക് ബാധ്യതയുണ്ട്. ദാനശീലരും ഔദാര്യമുള്ളവരുമാകുവാനുള്ള അപ്പോസ്തലന്റെ ഉപദേശം എക്കാലവും വിശ്വാസ സമൂഹത്തിന് വ്യക്തമായ ഒരു മാർഗരേഖയാണ്. ലേഖന ഭാഗം 2 കൊരിന്ത്യർ 9:6-11 വരെ. ദൈവദാനങ്ങളെ എപ്രകാരം പങ്കിടണം, ഇതിന് അപ്പോസ്തലൻ നൽകുന്ന ഹൃദ്യവും പ്രായോഗികവുമായ നിർദ്ദേശങ്ങളാണ് വേദഭാഗം. ദാനം ചെയ്യുന്നത് അനുഗ്രഹത്തിന് മുഖാന്തരവും സന്തോഷത്തിന് കാരണവുമാകും. ദാനം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രയോജനമാകുന്നത് ശ്രേഷ്ഠമായ അനുഭവമാണ്. സകല നന്മകളുടെയും ദാതാവായ ദൈവത്തിന് ദാനം നൽകിയവരും സ്വീകരിച്ചവരും കൃതജ്ഞത അർപ്പിക്കുവാൻ ബാധ്യസ്ഥരാണ്. വിശ്വാസികൾ സകലത്തിൽ എപ്പോഴും തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തികളിലും വർദ്ധിച്ചു വരുന്നവരുമാകണം. അപ്പോസ്തലന്റെ വാക്കുകൾ സഭയുടെ വളർച്ചയെ ശക്തമായി സ്വാധീനിച്ചു എന്നത് ഒരു ചരിത്ര വസ്തുതയാണ്. സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കോസ് 16:19-31 വരെ. വിശുദ്ധ ലൂക്കോസ് മാത്രം രേഖപ്പെടുത്തുന്ന യേശുവിന്റെ മനോഹരമായ ഒരു ഉപമയാണ് വേദഭാഗം. കർത്താവിന്റെ ഉപമകൾ എല്ലാ കാലഘട്ടത്തിലും ആകർഷകവും ശ്രദ്ധേയവുമാണ്. കർത്താവ് പറയുന്ന കഥകളിൽ അനേകം സവിശേഷതകൾ കാണുന്നു. കഥാപാത്രത്തിന്റെ പേര് പരാമർശിക്കുന്നത് ഈ ഉപമയിൽ മാത്രമാണ്. ലാസർ എന്ന നാമമാണ് നൽകിയിരിക്കുന്നത്. എലയാസർ എന്ന നാമത്തിൽ നിന്നുമാണ് ലാസർ എന്ന പേര് രൂപപ്പെട്ടത്. എൽ ഗോഡ് എസർ ഹെൽപ്പർ, അർത്ഥം ദൈവം സഹായം എന്നാണ്. ഈ വ്യക്തിയെ പരാമർശിക്കുമ്പോൾ പേരിന്റെ അർത്ഥത്തിന് അനുയോജ്യമായ ജീവിത ശൈലി ലാസർ സ്വീകരിച്ചിരുന്നതായി കാണുന്നു. ഗഹനമായ അനേകം ചിന്തകൾ ഉപമയിൽ കാണാം. ജീവിതം, മരണം, മരണാനന്തരം എന്നീ യാഥാർത്ഥ്യങ്ങൾ ഇതിൽ അനാവരണം ചെയ്യുന്നു. ഈ കഥയുടെ പശ്ചാത്തലത്തിൽ സമ്പത്തുമായി ബന്ധപ്പെട്ട യേശുവിന്റെ വ്യക്തമായ പഠിപ്പിക്കുക ശ്രദ്ധേയമാണ്. ഇതൊക്കെ ദ്രവ്യാഗ്രഹികളായ പരീശന്മാർ കേട്ട് അവനെ പരിഹസിച്ചു. 16:14. ഇത്തരം സാഹചര്യങ്ങളെ യേശു മനസ്സിലാക്കി മനോഹരമായ ആഖ്യാന ശൈലിയിൽ ഉപമ പറയുന്നു. ഇതിൽ ഗഹനമായ ആശയങ്ങൾ അന്തർലീനമായിരിക്കുന്നു. സമ്പത്തിനോടുള്ള നമ്മുടെ മനോഭാവം എപ്രകാരമാകണം? ഈ ചോദ്യത്തിന് കർത്താവ് ഉപമയിൽ കൂടെ മറുപടി പറയുന്നു. എക്കാലവും ഇത് ലോകത്തിന് ഒരു മാർഗരേഖയാണ്. ഇവിടെ അനാവരണം ചെയ്യുന്ന 3 വസ്തുതകൾ ചിന്തകൾക്ക് വിഷയമാക്കുവാൻ താൽപര്യപ്പെടുന്നു. 1. ധനം മാത്രം ലക്ഷ്യമാക്കിയ ധനവാൻ. ധൂമ്രവസ്ത്രം, പട്ട്, ആഡംബരം, ഈ 3 വാക്കുകൾ ഇവിടെ ശ്രദ്ധേയമാണ്. വിലയേറിയ പട്ടുടയാടകളും ധൂമ്ര മേലങ്കിയും വിശിഷ്ടമായ ഭോജ്യങ്ങളും ദിനംപ്രതിയുള്ള അവന്റെ ജീവിത ശൈലിയായിരുന്നു. ഒരിക്കലും മറ്റുള്ളവർ അവന്റെ ചിന്തകളുടെ ഭാഗമായിരുന്നില്ല. ഭവനത്തിലുള്ളവരോ സഹായികളോ അയാളുടെ കടപ്പാടുകളിൽ വരുന്നില്ല. പടിപ്പുരയ്ക്കൽ കിടന്ന സാധുവും രോഗിയുമായ ലാസറിനെ അവൻ മനസ്സിലാക്കുന്നത് മരണശേഷമാണ്. കർത്താവ് പറയുന്ന കഥയുടെ ആഴവും പരപ്പും അതിലെ നർമ്മവും പലപ്പോഴും നാം മനസ്സിലാക്കുന്നില്ല. അബ്രഹാമിന്റെ മടിയിലിരിക്കുന്ന ലാസറിനെ അവന്റെ ജീവിതകാലത്തിൽ മനസ്സിലാക്കാനുള്ള അവസരം ധനവാൻ ബോധപൂർവം ഒഴിവാക്കിയതാണ്. മരണശേഷം ഇപ്രകാരം ഒരു കാഴ്ച ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനാലാണ് ഹൃദയ നൊമ്പരത്തോടെ അപേക്ഷിക്കുന്നത്. ധനവാന് സംഭവിച്ച അപാകത എന്താണ്? നാം ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ധനം ലോക ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. എന്നാൽ അതിനുവേണ്ടി മാത്രം ജീവിതം കേന്ദ്രീകരിക്കപ്പെടുന്ന സാഹചര്യം കാഴ്ചപ്പാടുകളെ സങ്കുചിതമാക്കും. ഇതാണ് ഉപമ ഓർമ്മിപ്പിക്കുന്നത്. അപകടകരമായ സത്യത്തെ കർത്താവ് തന്റെ പഠിപ്പിക്കയിൽ വ്യക്തമാക്കുന്നു. ദൈവവിഷയമായി സമ്പന്നനാകാതെ ഭൗതിക സമ്പന്നത ജീവിതത്തിൽ അർത്ഥരാഹിത്യം സൃഷ്ടിച്ച ഒരു വ്യക്തിയുടെ കഥ കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത്. ഇത് കർത്താവ് പറയുമ്പോൾ ധനത്തോടുള്ള ആസക്തി സൃഷ്ടിക്കുന്ന അപകടമാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഉപമയിലെ ധനവാന് ധനത്തിനും ഭൗതികതയ്ക്കും അപ്പുറമായി ഒന്നിനെയും കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സ്ഥിതിവിശേഷം ഉപമയുടെ മുഖ്യമായ കഥാതന്തുവായി കാണാം. ധനത്തിന്റെയും പ്രതാപത്തിന്റെയും വർണ്ണപ്പകിട്ട് മരണാനന്തരം തുടരുമെന്ന യഹൂദ ചിന്തയെ യേശു സമഗ്രമായി തിരുത്തുന്നു. ഇപ്രകാരമുള്ള ധാരണ മിഥ്യയും അപകടം നിറഞ്ഞതുമാണെന്ന് കർത്താവ് പഠിപ്പിച്ചു. ധനവുമായി നിത്യതയിൽ പ്രവേശിക്കാൻ ആർക്കും കഴിയില്ല. ധനവാന്മാർ നരകത്തിൽ പോകുമെന്നോ സമ്പത്തിൽ ദരിദ്രരായവർ സ്വർഗത്തിന് അവകാശികളാവുമെന്നോ ഈ ഉപമ പഠിപ്പിക്കുന്നില്ല.
ധനം അതിൽ തന്നെ തിന്മയല്ല. മറ്റുള്ളവർക്ക് നന്മ പ്രദാനം ചെയ്യാതെ തിന്മയിലേക്കും തെറ്റായ പ്രവൃത്തികളിലേക്കും നയിക്കുന്ന ധനത്തിന്റെ അപകടത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു. ധനവാന്റെ സ്വാർത്ഥത അവനെ നരകയാതനയിലേക്ക് നയിച്ചു. തെറ്റുശരികളെ മനസ്സിലാക്കാൻ അവൻ ശ്രമിച്ചില്ല. 2. നന്മകളെ പങ്കിടാത്ത ധനവാൻ. ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾ തനിക്ക് മാത്രമാണെന്ന ചിന്തയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ് ധനവാന് സംഭവിച്ച അപാകത. അയാൾ അന്യായമായി ധനം സമ്പാദിച്ചു എന്ന് പറയുന്നില്ല. എന്നാൽ തന്റെ സമീപത്ത് കിടന്ന മനുഷ്യന്റെ ആവശ്യങ്ങളെക്കുറിച്ചോ വേദനകളെക്കുറിച്ചോ യാതൊരു ബോധ്യവുമില്ലാതെയായിരുന്നു. അവന്റെ മേശയിൽ നിന്ന് വീഴുന്ന ആഹാരം ലഭിക്കുവാൻ ഈ സാധുവായ മനുഷ്യൻ ആഗ്രഹിച്ചു. ഉപേക്ഷിക്കപ്പെട്ട ഭക്ഷണവും നായ്ക്കളും അവന്റെ ജീവനെ സംരക്ഷിച്ചു. സഹായങ്ങളോ ഭക്ഷണമോ ധനവാൻ നൽകിയില്ല. ചെയ്യേണ്ട കാര്യത്തിൽ വീഴ്ച വരുത്തിയതാണ് ധനവാന്റെ പരാജയം. നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. യാക്കോബ് 4:17. ഈ വാക്കുകൾ ഈ സംഭവത്തിൽ അർത്ഥവത്താണ്. 3. മരണാനന്തരവും സ്വാർത്ഥത കൈവിടാത്ത ധനവാൻ. സ്വാർത്ഥത ധനവാന്റെ അടിസ്ഥാന ഭാവമായിരുന്നു. മരണശേഷവും അത് തുടരുന്നതായി കാണുന്നു. യാതനയിൽ തന്റെ നാവ് ആദ്യം തണുപ്പിക്കണം, പിന്നീട് വീട്ടുകാർ രക്ഷപ്പെടാനായി അവരെ ഉപദേശിക്കണം. ഇവിടെ മറ്റുള്ളവർ അവന്റെ ചിന്തയിലില്ല. യേശു പറയുന്ന മറ്റൊരു ഉപമയിലെ ധനവാനും ഇതേ സ്വഭാവക്കാരനായിരുന്നു. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചിരിക്കുന്നു. ആശ്വസിക്ക, തിന്നുക, കുടിക്ക, ആനന്ദിക്ക എന്ന് പറയും. സങ്കുചിതമായ മനോഭാവങ്ങൾ അർത്ഥവത്തായ ജീവിതത്തെ നിരർത്ഥകമാക്കുമെന്ന സന്ദേശം ഇവിടെ കാണുന്നു. നൽകപ്പെട്ട നന്മകൾ പങ്കിടാതെ തനിക്ക് വേണ്ടി മാത്രം വിനിയോഗിച്ച ധനവാന്റെ പരാജയത്തെ ജീവിതവും മരണവും മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെടുത്തി കർത്താവ് വിവരിക്കുന്നത് എന്നും ശ്രദ്ധേയമാണ്. ധനവും സമ്പാദ്യങ്ങളും നമുക്ക് വേണ്ടി മാത്രമാകാതെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെയും പ്രശ്നങ്ങളെയും മനസ്സിലാക്കി ഔദാര്യമായി നൽകുമ്പോഴാണ് നാം അനുഗ്രഹീതരാകുന്നത്. അതോടൊപ്പം ലഭ്യമാകുന്ന അവസരങ്ങളുടെ മൂല്യവും മനസ്സിലാക്കണം. ധൂർത്തിലും ആഡംബരത്തിലും ജീവിച്ച് സമൂഹത്തോടുള്ള കടമകൾ വിസ്മരിക്കുന്ന അപകടത്തെക്കുറിച്ചും ഈ ഉപമ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ധനവാൻ മനഃപൂർവ്വമായി സമ്പത്തുകളെ പങ്കിട്ടിരുന്നെങ്കിൽ ഒരു വലിയ ദുര്യോഗത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള ജീവിതം നമ്മെ നരകത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ നന്മകൾ പങ്കിടുമ്പോൾ ദൈവം നമ്മെ സ്വർഗീയ സൗഭാഗ്യങ്ങൾക്ക് അവകാശികളാക്കും.